ചെമ്പഴന്തി ഉദയന്റെ പറന്നടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ കെ.എസ്. ശബരിനാഥനും മണ്ണന്തല BJPയുടെ കൗൺസിലറായിട്ടുള്ള ചെമ്പഴന്തി ഉദയനും തമ്മിൽ ശാരീരികമായി ഏറ്റുമുട്ടി. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഘർഷം തുടർച്ചയായി തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പം പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്നുണ്ടായ കയ്യാങ്കളിയിലേക്ക് മടങ്ങി വരാം. എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷന് തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധിയുടെ കാരണം? നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് നഗരസഭാ ഭരണം BJP പിടിക്കുന്നത്. VV രാജേഷാണ് നഗരസഭാ അധ്യക്ഷൻ. ഇവിടെ 2-3 പ്രതിസന്ധികളാണ് BJP ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഒരു പ്രതിസന്ധി കഴിഞ്ഞു കിട്ടി. അതായത് BJPയിലെ 20 കൗൺസിലർമാർ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ഭരണഘടന അനുസൃതമായിട്ടോ അല്ല സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടനയുടെ പേരിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത്, മറിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്, ആറ്റുകാൽ ദേവിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്. അങ്ങനെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കി. അങ്ങനെ BJP കൗൺസിലർമാരിൽ 20 പേരിൽ 19 പേരും വീണ്ടും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തങ്ങളുടെ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമാക്കി. ഈ 20 പേരിൽ 19 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരാള് ആരാണ്? ആ ആളാണ് R. സുഗതൻ. അദ്ദേഹം വാഴോട്ടുകോണം കൗൺസിലറാണ്. അദ്ദേഹം 19 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതിലെ 5 എണ്ണം വധശ്രമമാണ്. R. സുഗതന് എതിരായി കാപ്പ കേസ് ചുമത്തിയിട്ടുണ്ട്. കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള R. സുഗതൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഇവിടെ സുഗതൻ അങ്ങനെ ജയിലിൽ കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെയാണ് മറ്റൊരു പ്രശ്നം കൂടി വരുന്നത്. ആകെ 101 അംഗ ഭരണസമിതിയാണുള്ളത്. അതിലെ BJPക്ക് ഭരണം ലഭിക്കണമെങ്കിൽ 51 പേർ വേണം. കേവല ഭൂരിപക്ഷത്തിന് 51 പേർ വേണം. BJPക്ക് ആകട്ടെ 50 പേരേ ഉള്ളൂ, 50 കൗൺസിലർമാരേ ഉള്ളൂ. ഒരു കൗൺസിലർ എന്ന് പറയുന്നത് സ്വതന്ത്രനാണ്. അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹി കൂടിയായ രാധാകൃഷ്ണനാണ്. അങ്ങനെ രാധാകൃഷ്ണന്റെ പിൻബലത്തിൽ കൂടിയാണ് BJP 51 എന്ന് പറയുന്ന ഈ സംഖ്യ തികയ്ക്കുന്നത്. അവിടെയാണ് ഈ സുഗതന്റെ പ്രശ്നം വരുന്നത്. സുഗതൻ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ നമ്മുടെ പഞ്ചായത്തി രാജ് നഗരസഭ ആക്ട് പ്രകാരം അയാളുടെ അംഗത്വം തന്നെ റദ്ദായി പോകും. സുഗതൻ 2 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് പ്രതിപക്ഷമായിട്ടുള്ള LDFും UDFും ആരോപിക്കുന്നത്. എന്നാൽ BJP പറയുന്നത് അങ്ങനെയല്ല. സുഗതൻ 1 കൗൺസിൽ യോഗത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ, ബാക്കി 2 കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാനുണ്ട്. LDFും UDFും പറയുന്നത് സുഗതൻ 2 യോഗത്തിൽ പങ്കെടുത്തില്ല, അടുത്ത യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതന്റെ അംഗത്വം റദ്ദാക്കപ്പെടും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇനിയാണ് അടുത്ത നാടകത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം LDF അവിടെ വലിയൊരു ഉപരോധം തീർത്തു. സുഗതനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF അവിടെ ഒരു വലിയ സത്യാഗ്രഹം പോലെ, ധർണ പോലെ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചു. ആ സമരപരിപാടിയും സംഘർഷത്തിലാണ് കലാശിച്ചത്. അന്ന് മേയർ VV രാജേഷ് അടക്കമുള്ളവർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആശുപത്രിയിൽ പോയി. LDF കൗൺസിലർമാർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആശുപത്രിയിൽ പോയി. അങ്ങനെ 2 കൂട്ടരും ആശുപത്രിയിൽ പോയി മടങ്ങി വന്ന് ഇന്നലെ രാജേഷ് പത്രസമ്മേളനമൊക്കെ നടത്തി സ്വസ്ഥമായി നിന്നതാണ്. ഇന്നിതാ വീണ്ടും നഗരസഭാ കൗൺസിൽ കൂടിയിരിക്കുന്നു. ഇന്നത്തെ അടി എന്ന് പറയുന്നത് UDFും BJPയും തമ്മിലാണ്. കഴിഞ്ഞ ദിവസത്തെ അടി LDFും BJPയും തമ്മിലാണെങ്കിൽ ഇന്ന് നടന്ന അടി UDFും BJPയും തമ്മിലാണ്. എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിലെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള കെ.എസ്. ശബരിനാഥൻ പറയുന്നത് താൻ മിനിറ്റ്സിൽ ഒപ്പിടാൻ വേണ്ടി മിനിറ്റ്സ് വാങ്ങിയ സമയത്ത് മണ്ണന്തല കൗൺസിലറായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ ആ മിനിറ്റ്സ് തട്ടിപ്പറിക്കുകയും തന്നെയും 2 കോൺഗ്രസിന്റെ 2 വനിതാ കൗൺസിലർമാരെയും ആക്രമിക്കുകയും ചെയ്തു. ഇത് സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ആരുടെ അറ്റൻഡൻസ് എടുത്തിട്ടില്ല, അത് പറഞ്ഞ് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മേയർ തന്നെ ഇന്ന് സംവിധാനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ അറ്റൻഡൻസ് ബുക്ക് ആരും ഒപ്പിടാതെ ഇരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെ സഹായിക്കാൻ വേണ്ടിയാണ്.
ഓക്കെ, നമ്മുടെ ആൾക്കാരെല്ലാം ഒപ്പിടാം. അല്ല, ഇത് മനഃപൂർവ്വം ഇന്ന് ഈ സുഗതന്റെ വിഷയം നടക്കുന്നതുകൊണ്ട് അറ്റൻഡൻസ് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വളരെ ബുദ്ധിപരമായ മേയർ വന്ന് മേയർ തന്നെ അലങ്കോലമാക്കി. അപ്പൊ അറ്റൻഡൻസ് ഇടണ്ടല്ലോ. പക്ഷെ UDF അംഗങ്ങൾ നമ്മൾ അറ്റൻഡൻസ് ഇടുകയാണ്. കാരണം സുഗതനും ഇട്ടില്ല, ആരും ഇട്ടില്ലെങ്കിൽ പിന്നെ ഇല്ലാതാക്കാമല്ലോ. അത് വെച്ച് സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷെ UDF അംഗങ്ങൾ ഇപ്പോൾ ഒപ്പിടും. അഡ്വക്കേറ്റ് ബിന്ദു ഞാൻ BJP അംഗങ്ങൾ ആരും ഒപ്പിട്ടിട്ടില്ല. ആരും ഒപ്പിട്ടിട്ടില്ല. ഞാൻ തോപ്പിടും. എന്റെ അറ്റൻഡൻസ് ഉണ്ട്. കൗൺസിൽ കൂടി ചെമ്പഴന്തി ഉദയൻ തന്നെ മാരകമായി ആക്രമിച്ചുവെന്നാണ് ശബരിനാഥിന്റെ ആരോപണം. ഒപ്പം തന്നെ 2 വനിതാ കൗൺസിലർമാരെയും ചെമ്പഴന്തി ഉദയൻ ആക്രമിച്ചു, മിനിറ്റ്സും വലിച്ചു കീറിക്കളഞ്ഞുവെന്നാണ് ശബരിനാഥിന്റെ ആരോപണം. എന്താണ് ഈ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ, ആ മിനിറ്റ്സിലാണ് സുഗതൻ ഒപ്പിട്ടത്. സുഗതൻ എത്ര യോഗത്തിൽ പങ്കെടുത്തു എന്നതിന്റെ തെളിവാണല്ലോ ഈ മിനിറ്റ്സ്. അപ്പോൾ ആ മിനിറ്റ്സ് പരിശോധിക്കുന്നതിന് മുൻപായിട്ട്, ആ മിനിറ്റ്സിൽ ഒപ്പിടുന്നതിന് മുൻപായിട്ട് ചെമ്പഴന്തി ഉദയൻ ഇടപെടുകയും തന്നെയും 2 വനിതാ കൗൺസിലർമാരെയും ആക്രമിച്ചുകൊണ്ട് ആ രജിസ്റ്റർ കീറിക്കളഞ്ഞുവെന്നാണ് ശബരിനാഥിന്റെ ആരോപണം. ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ. ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതന് ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മൾ ഇട്ടു. മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ പറയാം, ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ കയറി പിടിക്കാൻ ഇവൻ. അവനാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ദേഹത്തെ പിടിച്ചു. നിങ്ങൾ വീഡിയോ നോക്കൂ. മേയറാണിത് മൊത്തം ചെയ്തിരുന്നത്. വെള്ളം കൂടി ഒഴിക്കും. എന്തൊക്കെയാണെന്ന് ഇത്? പിന്നെ അവരുടെയൊക്കെ ഈ ബീഹാറിലെ UP-യിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവരുടെ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ഇങ്ങനെ തട്ടാൻ പേടിക്കണോ വിചാരിക്കണവനൊന്നും. അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം, അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൊണ്ടുപോയി ഇന്ന് മനഃപൂർവ്വം അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായി അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിനുള്ള അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. ഇവന്റെയൊക്കെ ഉണ്ടായി അവന്റെ വീട്ടിലും അവന്റെ പാർട്ടി ഓഫീസിലും. ഇവിടെ കോൺഗ്രസ് ആയി നമുക്ക് പറയേണ്ടവൻ.
നമ്മൾ 6 മുതലായിരിക്കും, പക്ഷെ നമ്മളൊക്കെ നേരുള്ള ആൾക്കാരാണ്. എന്നാൽ ഇത് BJP നിഷേധിക്കുകയാണ്. BJP പറയുന്നത് KS ശബരിനാഥനും സംഘവും കൂടി ചേർന്നുകൊണ്ട് ചെമ്പഴന്തി ഉദയനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ ഷർട്ടടക്കം വലിച്ചു കീറി മാരകമായി ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് BJPയുടെ പ്രത്യാരോപണം. ഇനി മറ്റൊരു വിഷയം കൂടി ഇവിടെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അംഗസംഖ്യ നമ്മൾ പറഞ്ഞല്ലോ, ആകെ 101 പേരാണ് ഭരണസമിതിയിലുള്ളത്. 51 കേവല ഭൂരിപക്ഷം. BJPക്ക് 50 സീറ്റുകളേ ഉള്ളൂ. ഒരു സ്വതന്ത്രന്റെ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടിയാണ് കേവല ഭൂരിപക്ഷം തികച്ചിരിക്കുന്നത്. അവിടെ സുഗതനില്ല. അപ്പോൾ BJPക്ക് 49 കൗൺസിലർമാരായിട്ടുണ്ട്. പ്ലസ് ഈ പറയുന്ന രാധാകൃഷ്ണനും കൂടി ചേരുമ്പോൾ 51 പക്ഷേ സുഗതന്റെ കാര്യത്തിൽ ഏത് സമയത്തും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അയാൾ കാപ്പ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. കോടതി വിധി വന്നെങ്കിൽ മാത്രമേ സുഗതന് അനുകൂലമായി കോടതി വിധി വന്നെങ്കിൽ മാത്രമേ സുഗതന് കൗൺസിൽ യോഗത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭരണം ആടി ഉലയുകയാണ്. ഇവിടെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചു. KS ശബരിനാഥൻ കഴിഞ്ഞ ദിവസം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ LDFും UDFും ഒരുമിച്ച് ഒപ്പിടേണ്ടതുണ്ട്. LDFിനാകട്ടെ 29 സീറ്റാണുള്ളത്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ LDFും UDFും ഒപ്പിടേണ്ടതുണ്ട്. ആ നോട്ടീസ് ഒപ്പിടേണ്ടതുണ്ട്. എന്നാൽ LDF കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ പിന്തുണയ്ക്കേണ്ടതില്ല, ഈ നോട്ടീസിൽ ഒപ്പിടേണ്ടതില്ല. കാരണം അത് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. BJP പറയും CPMും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ് എന്ന് BJP പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ തക്ക ആയുധങ്ങളൊന്നും നമ്മുടെ ആവനാഴിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും UDF കൊണ്ടുവരുന്ന ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് LDF തീരുമാനിച്ചു. അങ്ങനെ UDFന്റെ ആ നീക്കം പാളി. അതിനിടയിലാണ് ഇന്ന് ഈ കൗൺസിൽ യോഗം കൂടുന്നതും ആ കൗൺസിൽ യോഗം അവസാനിച്ച ശേഷം ഈ മിനിറ്റ്സിൽ ശബരിനാഥൻ ഒപ്പിടാൻ വേണ്ടി വാങ്ങിയപ്പോൾ അത് ചെമ്പഴന്തി അനിൽ പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളഞ്ഞുവെന്നുമുള്ള ശബരിനാഥിന്റെ ആരോപണം. എന്ത് തന്നെയായാലും നഗരസഭ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് തിരുവനന്തപുരം നഗരസഭയിൽ കാണുന്നത്. LDFും BJPയും തമ്മിലുള്ള അടി, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ UDFും BJPയും തമ്മിൽ അടി, അങ്ങനെ കയ്യാങ്കളി, വനിതകളെ കയ്യേറ്റം ചെയ്യുന്നു, കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്യുന്നു, പരസ്പരം ആരോപണം, ആശുപത്രിയിൽ പോയി കിടക്കുക, കാലൊടിഞ്ഞതിന് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വരിക, പിന്നീട് ആ കാലൊടിഞ്ഞ കാലുമായി നടന്നു വന്ന് പത്രസമ്മേളനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കോമാളിത്തരങ്ങൾ പരസ്പരം, ഏത് പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടിയും ഇത്തരത്തിലുള്ള കോമാളിത്തരം കാണിക്കാനുള്ള ഒരു വേദിയായി ഈ തിരുവനന്തപുരം നഗരസഭാ ഭരണം മാറിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭ അങ്ങനെ ചീഞ്ഞു നാറുകയാണ്. ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം മൂലം ചീഞ്ഞു നാറുകയാണ് ഈ നഗരസഭ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതമാണ്. കാരണം ഒരു ഭാഗത്ത് ഡെങ്കിപ്പനി അടക്കമുള്ള മാരക രോഗങ്ങൾ പെരുകുന്നു, പകർച്ചപ്പനി പെരുകുന്നു. ഇതുവരെയും മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വീണ്ടും ഒരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ സുഗതൻ ഇല്ലാതാകും. അങ്ങനെ സുഗതൻ ഇല്ലാതായി കഴിഞ്ഞാൽ സുഗതന്റെ അംഗത്വം നഷ്ടമാകുമെന്നാണ് LDFും UDFും പറയുന്നത്. അങ്ങനെ അംഗത്വം നഷ്ടമായി കഴിഞ്ഞാൽ ഭരണം തന്നെ BJPക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ കൗൺസിൽ യോഗം കൂടാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് എന്നാണ് LDFിന്റെയും UDFിന്റെയും ആരോപണം. അതിനെ എതിർത്തുകൊണ്ട് BJP വരുന്നു. അങ്ങനെ ഈ 3 കൂട്ടരും തമ്മിൽ കയ്യാങ്കളി, തമ്മിലടി, പറന്നടി, അങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഭരണത്തിലേക്ക് ഇവിടെ തിരുവനന്തപുരം BJP ഭരണം മാറുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണക്കാരനാണ്. അവൻ്റെ ജീവിത ഉപാധി മുട്ടിക്കുന്ന തരത്തിൽ രോഗങ്ങൾ പടരുന്നു, തെരുവ് നായ്ക്കൾ പടരുന്നു, നിരവധി അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ കത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നഗരസഭയിൽ കിടന്ന് കയ്യാങ്കളി കളിക്കുന്നത്. ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചേ പറ്റൂ. ഏത് സുഗതന്റെ പേരിലായാലും ഇനി ഇത്തരമൊരു നടപടി ജനങ്ങൾ സഹിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.